മനോരമ ചാനൽ ചർച്ച കഴിഞ്ഞ ദിവസം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ മേഘാ രഞ്ജിത്തിന് മർദ്ദനമേറ്റതിൻ്റെ പേരിൽ അരിതാ ബാബു എന്ന വനിതാ നേതാവ് പിരിവെടുത്ത് മുക്കിയ വാർത്ത പുറത്തു വന്നത് നല്ല അന്തസ്സായിട്ട് അതേപോലെ തന്നെ മുക്കിയതിന് ശേഷം കോൺഗ്രസ്സുകാരുടെ പുതിയ രാഷ്ട്രീയ കുതിരക്കച്ചവടമായ കലാരാജുവിന് വേണ്ടി അവർ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. ആരും പറഞ്ഞളയല്ല, ഇതൊന്നും പക്ഷപാതമല്ല, ഇതൊക്കെ മാധ്യമധർമ്മമാണ്, കോൺഗ്രസിന് വേണ്ടിയുള്ള മാധ്യമധർമ്മം. ആ ചർച്ചയിലാണ് അരുൺകുമാർ ഇന്നലെ ഒരു വാചകം പറഞ്ഞു വെച്ചത്. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാചകമാണ്. കാര്യം മനോരമയുടെ ചർച്ചകളെടുത്ത് പരിശോധിച്ചാൽ അരുൺകുമാർ ആ ചർച്ചയിൽ പറഞ്ഞ പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. മണിക്കൂറുകൾക്ക് മുൻപ് അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്നൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ കണ്ടുപിടിക്ക്. ഇവിടെ നമുക്കറിയാമല്ലോ ഈ കേരളത്തിലെ പല കേസുകളുടെയും സാഹചര്യം. ഒരു സൂയിസൈഡ് നോട്ടിലും പേരില്ലാതെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലേക്ക് വിടാൻ ഇവിടുത്തെ ചാനലുകൾ നടത്തിയ വലതുപക്ഷം നടത്തിയ മത്സരവും സൂയിസൈഡ് നോട്ടിൽ കൃത്യമായി പേരെഴുതി വെച്ചിട്ട് MLA-യുടെയും DCC പ്രസിഡന്റ് പേരെഴുതി വെച്ചിട്ട് അത് വാർത്തയാകാതെ പോയതും 70 രൂപ കൃത്യമായിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോയ ഓമനക്കുട്ടന്റെ വലിയ അഴിമതിയും ഇപ്പൊ 8 കോടി രൂപ പിരിച്ചിട്ട് കൊടുക്കാതെ പോയ അരീതാ ബാബുവിന്റെ കഥയും ഇതൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. എന്തൊക്കെ ചർച്ചയാകണം, എന്തൊക്കെ ചർച്ചയാകണ്ട, എന്തൊക്കെ വാർത്തയാകണം എന്ന് ഇവിടെ മാധ്യമങ്ങളും വലതുപക്ഷവും തീരുമാനിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം. കേട്ടല്ലോ, ഇതിലേതെങ്കിലും വിഷയത്തിൽ മനോരമ ഇതുപോലെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടോ? മനോരമയ്ക്ക് ഉറഞ്ഞു തുള്ളൽ വരും. അത് PM മാർഷയുടെ കാര്യത്തിൽ വരും, ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ വരും, PP ദിവ്യയുടെ കാര്യത്തിൽ വരും, വീണ വിജയൻ്റെ കാര്യത്തിൽ വരും, വീണ ജോർജിൻ്റെ കാര്യത്തിൽ വരും, ചിന്താ ജെറോമിൻ്റെ കാര്യത്തിൽ വരും. ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ പേരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരാക്ഷേപമോ ആരോപണമോ ഇനി ഏത് ഞരമ്പോ ഉന്നയിച്ചാലും മനോരമയിലെ ഇടതുവിരുദ്ധ ഞരമ്പന്മാർക്ക് അതേ തീവ്രതയിൽ തന്നെ ഞരമ്പ് വല്ലാതെ ത്രസിച്ച് പൊട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഉറഞ്ഞ തുള്ളലുകൾ കാണുന്നത്. ആ ഉറഞ്ഞ തുള്ളലിന് ഇന്നലെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങി തീർത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ചാനലുകളിൽ അവതാരകന്റെ രൂപത്തിൽ കോൺഗ്രസിന് വേണ്ടി കഥാപാത്രം കെട്ടിയാടാനായിട്ട് ഓരോരുത്തന്മാരിറങ്ങും. അതിലൊരാളായിരുന്നു ഇന്നലെ ഇരുന്ന അതേ അവതാരം. പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ സമ്മതിക്കില്ല. ഉപചോദ്യം. എന്നാൽ കോൺഗ്രസ്സുകാർ എന്ത് തരം വിവരക്കേടോ വകതിരിവില്ലായ്മയോ വിളിച്ചു പറഞ്ഞാലും അതെല്ലാം മൗനത്തോടെ കേട്ടിരിക്കും. അതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ സത്യത്തെക്കുറിച്ചും ആ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപചോദ്യം എന്നുള്ള നിലയ്ക്ക് അതിനെ തടസ്സപ്പെടുത്തി വസ്തുത കണ്ടിന്യൂസ്ലി ജനം കേൾക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ആ തന്ത്രപരമായ നീക്കത്തെയാണ് അരുൺകുമാർ അടിച്ചിരുത്തിയത്. എന്തുകൊണ്ട് ആ സ്ത്രീയെ, സഖാവായ സ്ത്രീയെ കേൾക്കാൻ സർക്കാരും പോലീസ് സംവിധാനവും നിയമപരമായ നടപടികൾ ഒരു വശത്ത് പോയിക്കോട്ടെ, പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിന് എന്തുകൊണ്ട് പറ്റുന്നില്ല, മനസ്സുണ്ടാകുന്നില്ല? ശ്രീ അരുൺകുമാർ, അവർ പറയുന്ന ആരോപണം കഴിഞ്ഞ ദിവസം, അതായത് മിനിങ്ങാന്ന് 18-ാം തീയതി രാവിലെ 10 മണിക്ക് 10:30 ശേഷം നടന്ന സംഭവങ്ങളാണ്. ഈ 10:30 ശേഷം കൂത്താട്ടുകുളത്തെ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സംഭവങ്ങളും ഒരു 11 മണി മുതൽ CPM-ന്റെ കൂത്താട്ടുകുളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ 4:30 വരെ നടന്ന സംഭവങ്ങളുമാണ്. ആ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഒന്ന്, ലോകത്ത് എവിടെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വാഹനം അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാന്റെ ഒഫീഷ്യൽ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതിന്റെ വിശ്വാസയോഗ്യത കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് അത് നന്നായി മനസ്സിലാകും. AKG കൂത്താട്ടുകുളത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയത് രക്തസാക്ഷികളുടെ നാട് എന്നതാണ്. കാരണം കൂത്താട്ടുകുളത്തിന് സമര പോരാട്ടങ്ങളുടെ ദീർഘകാല ചരിത്രമുണ്ട്. ഞങ്ങളുടെ 4 പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നൊടുക്കിയപ്പോൾ ആ സഖാക്കളുടെ ശവശരീരം പോലും ബന്ധുക്കൾക്കോ പാർട്ടി സഖാക്കൾക്കോ വിട്ടുകൊടുക്കാതെ പോലീസ് തന്നെ ഒരാളെ കൂത്താട്ടുകുളം ഈ പോലീസ് സ്റ്റേഷന്റെ നടുത്തളത്തിൽ എവിടെയോ കുഴികുത്തി അവിടെ മറവ് ചെയ്തു. ഒരാളെ മീനച്ചിലാറ്റിലൂടെ ഒഴുക്കിവിട്ടു. ഒരാളെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ ആ കാട് നിറഞ്ഞ പിൻഭാഗത്ത് എവിടെയോ മറവ് ചെയ്തു. ഒരാളെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എവിടെയോ മറവ് ചെയ്തു. ശവശരീരം പോലും വിട്ടുകിട്ടിയിട്ടില്ല. ഉറച്ച പാർട്ടി പ്രവർത്തകരുള്ള കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്കും സഖാക്കൾക്കും കൃത്യമായി ബോധ്യമുണ്ട് രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ എന്താണ് സംഭവിച്ചത്. ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ട അവരൊരു പാർട്ടിക്കാരിയായിട്ട് അനുഭാവപൂർവ്വം ഒരു വാക്ക് പറയാൻ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടി തലത്തിൽ അന്വേഷിച്ചോളൂ, പോലീസ് നിയമപരമായും അന്വേഷിക്കട്ടെ, സർക്കാരും അതിന്റെ വഴിക്കൽ ഇടപെടൽ നടത്തണം. പക്ഷെ അനുഭാവപൂർവ്വം ഒരു വാക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
റാഷിദെ, ഉപചോദ്യമൊക്കെ നല്ലത്, പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്നെ പറഞ്ഞ് അനുവദിക്കണം. രണ്ടുപേരല്ലേ ഈ ചർച്ചയിലുള്ളൂ. ഈ ചർച്ച തീർത്തിട്ട് പെട്ടെന്ന് പോകാൻ റാഷിദിന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ, എനിക്ക് നിർബന്ധമില്ല. 8 മണി വരെ ഞാൻ ഇരിക്കാം. ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട, ഞങ്ങളുടെ 100 കണക്കിന് പ്രവർത്തകർ കൃത്യമായി മനസ്സിലാക്കിയ, കണ്ണുകൊണ്ട് കണ്ട അവിടെ ആ പ്രസൻസ്, ഹിയർസ് എവിഡൻസ് അല്ല, അവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ 10:30 മുതൽ 11 മണി വരെ അവിടെയും അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നടന്ന സംഭവങ്ങൾ, അത് ഞങ്ങൾക്ക് ബോധ്യമുള്ളിടത്തോളം കാലം സഖാവ് കലാരാജു പറയുന്ന കാര്യങ്ങൾ പച്ചയായ നുണയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പത്രസമ്മേളനം വിളിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ പല വിഷ്വൽസ് കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ ആ കലാരാജുവിനെതിരെ കയ്യോങ്ങുന്നത്, അസഭ്യം പറയുന്നത്, അപമര്യാദയായി പെരുമാറുന്ന ഒരു ദൃശ്യം താങ്കളെ ഈ ചർച്ചയിൽ കാണിച്ചാൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ചു പോകാം. നിരുപാധിക മാപ്പ് പറഞ്ഞ് ഞാൻ പോകാം. നിങ്ങൾ കാണിക്ക്. എത്രയോ ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. എത്രയോ പേർ സ്വന്തം മൊബൈൽ ഫോൺ കൊണ്ട് ഇത് ദൃശ്യങ്ങൾ പകർത്തി. എങ്ങനെയാണ് എറണാകുളത്തെ DCC ഓഫീസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഷിയാസ് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നൊക്കെ പറയുന്നത് നുണയാണ്, പച്ചയായ നുണയാണ്. ഞാൻ പറയാം. 10:30 ആയപ്പോഴേക്കും ഈ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഷിയാസ് എറണാകുളത്ത് നിന്ന് 45 കിലോമീറ്റർ സഞ്ചരിച്ച് എങ്ങനെ ഈ കൂത്താട്ടുകുളത്തെ അവിടുത്തെ മുനിസിപ്പാലിറ്റി മുന്നിലെത്തി? ആ മണ്ഡലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൂവാറ്റുപുഴ MLA അവിടെ പറന്നെത്തി. ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ അവിടെ പറന്നെത്തി രാവിലെ തന്നെ. ഇത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഈ എറണാകുളം ജില്ലയിലെ ഓരോ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ നടത്തിയ ശ്രമം പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ ഞങ്ങൾ ശക്തമായി ചെറുത്തു, സംഘടനാപരമായി ചെറുത്തു. അത് വെച്ച് നുണ എത്ര പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും കൃത്യമായി വിശദീകരിച്ചതുപോലെ എത്ര കള്ളക്കഥകൾ ചുമച്ചാലും ഞങ്ങൾക്ക് അതിനെ നേരിടാനുള്ള കരുത്തുണ്ട്. കൃത്യമായി വരട്ടെ. എന്തുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോ ഈ പരിക്കൊന്നുമില്ല? ഗവൺമെന്റ് ഡോക്ടറല്ലേ പരിശോധിച്ചത്. അവിടെ ഒരു പരിക്കുമില്ല, ഒരു മൊഴിയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അവർ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. തുടർ ചികിത്സകളുടെ ഭാഗമായി മരുന്നെടുത്തതിന്റെ സഹായവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. റാഷിദെ, ഈ പറഞ്ഞ സഖാവ് കലാരാജുവുമായി ഇന്നലെ ഞാൻ 3 ചർച്ചയിൽ പങ്കെടുത്താണ്. തുടർച്ചയായി 3 മണിക്കൂർ 3 ചാനലിലായിട്ട് ചർച്ചയുടെ ഭാഗമായിട്ട് ഇരുന്നതാണ്. അവരുടെ പരിക്ക് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള തെളിവ് സാഹചര്യമല്ലേ? വൈകുന്നേരം എത്ര മനോരമ ദിനപത്രത്തിലല്ലേ ആ ഫോട്ടോ വന്നത്? പാർട്ടി ഏരിയ സെക്രട്ടറിയുമായി വർത്തമാനം പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അവരെ നേരിട്ട് വീട്ടിലെത്തിക്കുന്നു. അതിനുശേഷം മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂത്താട്ടുകുളത്ത് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അവിടെ ഡോക്ടർ പരിശോധിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. എവിടെ ഒരു കോളമുണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ്? മണിക്കൂറുകൾക്ക് മുൻപ് അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്നൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ കണ്ടുപിടിക്ക്. ഇവിടെ നമുക്കറിയാമല്ലോ ഈ കേരളത്തിലെ പല കേസുകളുടെയും സാഹചര്യം. ഒരു സൂയിസൈഡ് നോട്ടിലും പേരില്ലാതെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരാളെ ജയിലിലേക്ക് വിടാൻ ഇവിടുത്തെ ചാനലുകൾ നടത്തിയ, വലതുപക്ഷം നടത്തിയ മത്സരവും സൂയിസൈഡ് നോട്ടിൽ കൃത്യമായി പേരെഴുതി വെച്ചിട്ട് MLA-യുടെയും DCC പ്രസിഡന്റ് പേരെഴുതി വെച്ചിട്ട് അത് വാർത്തയാകാതെ പോയതും, 70 രൂപ കൃത്യമായിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കാൻ പോയ ഓമനക്കുട്ടന്റെ വലിയ അഴിമതിയും, ഇപ്പൊ 8 കോടി രൂപ പിരിച്ചിട്ട് കൊടുക്കാതെ പോയ അരീത ബാബുവിന്റെ കഥയും, ഇതൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. എന്തൊക്കെ ചർച്ചയാകണം, എന്തൊക്കെ ചർച്ചയാകണ്ട, എന്തൊക്കെ വാർത്തയാകണം ഇവിടെ മാധ്യമങ്ങളും വലതുപക്ഷവും തീരുമാനിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം. കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം എല്ലാം DCC നടത്തിയ, അതോടൊപ്പം തന്നെ ഇതേപോലെ ഒരു കോഴിക്കോട് ഒരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വിമതരെ കൊന്നുകളയണം, തട്ടിക്കളയുമെന്ന് KPCC പ്രസിഡന്റ് പ്രസംഗിച്ചതാണ്. അവിടെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണമില്ല. ഏത് വിമതരായി മാറിയവരെ കൊന്നുകളയുമെന്ന് പൊതുയോഗത്തിൽ KPCC പ്രസിഡന്റ് പ്രസംഗിച്ച അതേ പാർട്ടിയുടെ നേതാക്കന്മാർ കൂത്താട്ടുകുളത്ത് വന്ന് ഇവിടെ എന്തോ വലിയ സംഭവം നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴുള്ള ഒരു യുക്തി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗിക ശേഷിയെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മാമമ്മാപ്പിളയ്ക്ക് ഒരു കാലത്തും ആത്മാവിന് ശാന്തി കിട്ടാൻ പോലില്ല. ഈ സ്ഥാപനം ഉള്ളിടത്തോളം കാലം ആ ആത്മാവ് കുഴിമാടത്തിൽ കിടന്ന് ഗതി കിട്ടാതെ അലയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ രീതിയിലാണ് ആൾക്കാരെടുത്തിട്ട് അലക്കിയിട്ട് പോകുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ പറഞ്ഞു വെച്ച പല പോയിന്റുകൾ അതെന്തുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉപചോദ്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് പല കാര്യങ്ങളെയും പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന കോമൺ ടാസ്ക്. ഒരു കാരണവശാലും വസ്തുത കണ്ടിന്യൂസ്ലി പറയാൻ സമ്മതിക്കരുത്. ഇടപെട്ട് നമ്മൾ ചോദ്യം എന്നുള്ള നിലയ്ക്ക് അതിനെ അലമ്പാക്കി നാട്ടുകാരെ നമ്മൾ നേരത്തെ പറയിച്ച കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഈ ചർച്ചയെ കൊണ്ടുപോകണമെന്നുള്ള ഹിഡൻ അജണ്ടയാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ട് തന്നെ അരുൺകുമാർ പറഞ്ഞു വെച്ച മറുപടികൾ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പരസ്യമായിട്ടുള്ള പക്ഷം ചേരലിനെ തുറന്നു കാട്ടുന്നുണ്ട്.